ശ്രീ രാജു പി നായർ അങ്ങേക്ക് വസീഫിന് മറുപടി നൽകാം. അതോടൊപ്പം തന്നെ ഈ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് അങ്ങിപ്പോൾ വെള്ളാപ്പള്ളി വർഗീയവാദി എന്ന് പറയുന്നുണ്ട്. പക്ഷേ നേതാക്കളുടെ ഭാഗത്തു നിന്നും അത്രയും ശക്തമായ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ എന്നൊരു ചോദ്യം നിൽക്കുന്നു. ഏറ്റവും ശക്തമായ പ്രതികരണമായിരുന്നില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ. ശ്രീനാരായണ ഗുരു എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ അത് ചെയ്യുന്നതാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല വെള്ളാപ്പള്ളിയുടെ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ശക്തമായ മറുപടി എന്താ കൊടുക്കാനുള്ളത്? മുഖ്യമന്ത്രി പറയുന്ന നേരത്തെ സൂചിപ്പിച്ച വാക്കുകൾ വെച്ചുകൊണ്ടൊന്നല്ലല്ലോ ഇത്. നികൃഷ്ടജീവി എന്നൊക്കെ അദ്ദേഹം വിളിക്കുന്നുണ്ടല്ലോ. വ്യക്തിപരമായ മാന്യതയെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം ഏറ്റവും വലിയ അയ്യപ്പ ഭക്തനാണെന്ന് പറഞ്ഞപ്പോൾ അതെങ്കിലും തിരുത്താൻ പിണറായി വിജയൻ തയ്യാറാവണ്ടേ? ഇനി ചോദിക്കൂ, വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണോ എന്നുള്ള ചോദ്യത്തിന് എനിക്കും വസീഫിനെല്ലാം ഒരേ അഭിപ്രായമല്ലേ ഉണ്ടായിരുന്നത്. 2015 കോഴിക്കോട് നൌഷാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അന്യസംസ്ഥാന തൊഴിലാളിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ മാൻഹോളിൽ വീണ് മരണപ്പെട്ടു പോയപ്പോ എന്താ പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ വിളിച്ചത്? എന്താ വിളിച്ചത്? കേരള തൊഗാഡിയ എന്നല്ലേ വിളിച്ചത്. അന്ന് പിണറായി വിജയനും വസീഫിനും എനിക്കും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ ഇരുന്ന പി ഡി സതീശനും കോൺഗ്രസിനും CPM എല്ലാം ഒരേ അഭിപ്രായമായിരുന്നു. പക്ഷെ ഞങ്ങൾ അറിഞ്ഞില്ല അന്നത്തെ പിണറായി വിജയന്റെ നിലപാട്. അന്ന് ഈ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് മാത്രമേ കേരളത്തിന്റെ ഭരണം പിടിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ചിന്തയുടെ പുറത്തുണ്ടായതായിരുന്നു ആ നിലപാട് എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. 10 വർഷങ്ങൾക്കിപ്പുറം കേരളം എത്തിയപ്പോൾ എന്താ സംഭവിക്കുന്നത്? 23 മുതൽ 24% വരെയുള്ള മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങൾ തങ്ങളുടെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്നുള്ള ഐഡന്റിറ്റി CPM കൊടുത്ത അവരുടെ വോട്ട് ബേസ്, ആ വോട്ട് ബേസ് 2024 തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ BJPയിലേക്ക് മാറിപ്പോകുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ പിണറായി വിജയൻ അവരുടെ ഏറ്റവും വലിയ സ്ട്രോങ് വോട്ട് ബേസ് ആണ്. കാരണം ന്യൂനപക്ഷങ്ങൾ പലപ്പോഴും UDFന് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്, സ്പ്ലിറ്റ് ആണ്. ഈഴവ ഞങ്ങളുടെ മാത്രമാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നവരാണ്, ആ പിന്നോക്ക വിഭാഗം ഞങ്ങളുടേത് മാത്രം എന്ന് ചിന്തിച്ചിരുന്നവരാണ്. അവർ അകന്നു പോകുന്നു എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ പിണറായി വിജയൻ ആ ഭൂരിപക്ഷ സമുദായത്തിന്റെ പിന്നാക്ക വിഭാഗത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ചെയ്യുന്ന നാടകം അത് ചെയ്യാം. പക്ഷെ അത് ചെയ്യേണ്ടത് അപരമത വിദ്വേഷത്തിലൂടെ അല്ല, ചെയ്യേണ്ടത്. അതുകൊണ്ട് വസീഫ് ചോദിച്ച ചോദ്യത്തിന് ഞങ്ങൾക്ക് കോഴിക്കോട് നൌഷാദ് മരിച്ചപ്പോൾ ഉണ്ടായിരുന്ന പ്രസ്താവനയിലുള്ള നിലപാടും ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നിലപാടും പ്രസ്താവനയിലുള്ള നിലപാടും ഒന്ന് തന്നെയാണ്. ആ നിലപാട് മാറ്റമുണ്ടായത് പിണറായി വിജയനാണ്. എന്തുകൊണ്ട്? അത് ഇപ്പോ ശ്രീ ചേക്കുട്ടി ഇവിടെ സൂചിപ്പിക്കേണ്ട കാറിനകത്ത് മറ്റേതെങ്കിലും സമുദായ നേതാക്കന്മാരെ കയറ്റുമെന്ന്. നമ്മൾ ആ മുഖ്യമന്ത്രിയുടെ കാറിനകത്ത് മറ്റൊരു മന്ത്രിയെ കണ്ടിട്ടുണ്ടോ? വിരളമായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. മന്ത്രിസഭയിലെ അംഗമായിട്ടുള്ള മറ്റൊരു മന്ത്രി അതിനകത്ത് കാണുന്നത് തന്നെ വളരെ വിരളമായിട്ടല്ലേ. അപ്പോ അത്രമാത്രം വലിയ പ്രൊട്ടക്ഷൻ എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന് കൊടുക്കുന്നു? വെള്ളാപ്പള്ളി നടേശന് അത് കൊടുക്കുന്നതിന്റെ കാര്യം ഞാൻ ആദ്യത്തെ ഘട്ടത്തിൽ പറഞ്ഞാണ്. അപരമത വിദ്വേഷം ഉണ്ടാക്കാനും മുസ്ലിങ്ങളെ ഭീകരവാദികളായി ചിത്രീകരിക്കാനും വേണ്ടി ബോധപൂർവം നടത്തുന്ന ശ്രമത്തിന് എന്റെ ആയുധമാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് സ്ഥാപിക്കുകയാണ്, അത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം വഴിക്ക് കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, നിലമ്പൂർ ഇലക്ഷന് എങ്ങനെ ഇദ്ദേഹം പൈലറ്റായിട്ട് പോയിട്ട് അവിടെ പോയി വർഗീയ പ്രസ്താവനകൾ നടത്തിയത്? അപ്പോൾ ഓരോ ഘട്ടത്തിലും ഇത് ഉപയോഗിക്കപ്പെടുന്നു. അത് ഈ ഭൂരിപക്ഷ സമുദായത്തെ കൂടെ നിർത്താൻ വേണ്ടി കേരളത്തിൽ മതന്യൂനപക്ഷങ്ങളെ ഭീകരവാദികളായി ചിത്രീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന തന്ത്രത്തിന്റെ ഭാഗമാണ്. അതിന്റെ ഇദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ, ഇലക്ഷൻ എഞ്ചിനീയറിംഗ് വെച്ചുള്ള കണക്കുകൂട്ടൽ, അങ്ങനെ മതസ്പർദ്ധ ഉണ്ടായാൽ അത് ഈ ക്രിസ്ത്യൻ സമൂഹത്തിനകത്ത് മുസ്ലിം വിരുദ്ധത കത്തിച്ചാൽ അത് BJPക്ക് ഗുണം ചെയ്യും. BJPക്ക് 25% വോട്ടിലേക്ക് എത്താൻ സാധിച്ചാൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ള ഇലക്ഷൻ തന്ത്രം മാത്രം. പക്ഷെ അത് പരാജയപ്പെട്ടു എന്നുള്ളത് ഇനിയെങ്കിലും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കാണണം. BJPയും CPMഉം ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്രമാത്രം വലിയ വർഗീയത പറഞ്ഞിട്ട് BJPക്ക് വീണ്ടും വോട്ട് കുറഞ്ഞുപോയി എന്നുള്ളത് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ എത്തിയത് കൊണ്ടാണോ ഇവർ, അല്ലെങ്കിൽ ഇവർക്ക് ഈ വർഗീയതയിൽ പെട്ടുപോയത് കൊണ്ട് ഇനി മറ്റു മാർഗമില്ലാത്തതാണോ? അതാണോ? ഞങ്ങൾക്കറിയില്ല. പക്ഷെ കേരളത്തിൽ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അപകടകരമായ ഇതാണ്. ജമാഅത്തെ ഇസ്ലാമിയും SDP എവിടെയൊക്കെ പറഞ്ഞു? തൃക്കാക്കരയിൽ പറഞ്ഞു, പുതുപ്പള്ളി വരെ പറഞ്ഞില്ലേ? പാലക്കാട് 3ാം റൗണ്ടിൽ തന്നെ BJPയുടെ നെഞ്ചത്ത് താണ്ഡവമാടിക്കൊണ്ടിരിക്കുമ്പോ അപ്പോഴും പറഞ്ഞതാ SDP ജമാഅത്തെ ഇസ്ലാമിയും. നിലമ്പൂര് പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിലും പറഞ്ഞു. ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണ്ടേ? ഇവരുടെ ഇരട്ടിത്താപ്പ് വളരെ കൃത്യമായി. സ്മൃതി ചോദിച്ചു, MP ഗോവിന്ദൻ പങ്കെടുത്ത പരിപാടിയാണ്. മാടായിലെ ഏരിയ സമ്മേളനത്തിൽ പോയി ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി പ്രസംഗിച്ച ആളാണ് MP ഗോവിന്ദൻ. മാടായിലെ ഇതിൽ 2004 എന്റെ ഓർമ്മ ഇല്ലേ? അപ്പൊ ദേശാഭിമാനിയിൽ എഴുതി വെച്ച ലേഖനം ഇവർക്ക് മായ്ച്ചു കളയാൻ പറ്റുമോ? അപ്പൊ ഈ ഇരട്ടത്താപ്പെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ജനങ്ങൾക്ക് ആ മനസ്സിലാവുന്ന ഇരട്ടത്താപ്പ്
മനസ്സിലാകാതെ പോകുന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് മാത്രമാണ്. അത് ജമാഅത്തെ ഇസ്ലാമി മാടായി ഏരിയ സമ്മേളനം അത്രമാത്രം വർഗീയത കലക്കുക 2004 മെയ് 1-2 തീയതികളിൽ എന്നാണ് പുറത്ത് എഴുതി വെച്ചിട്ടുള്ളത്. മാടായി ഏരിയ സമ്മേളനം അത് മാത്രമാണ് സ്മൃതി. 2009 PDP നേതാവായ അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി 1 മണിക്കൂറോളം സ്റ്റേജിൽ കാത്തിരുന്ന പിണറായി വിജയനല്ലേ? എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? ആ ന്യൂനപക്ഷങ്ങളുടെ ഇന്നിപ്പോ എന്താ സംഭവിച്ചിരിക്കുന്നത്? ന്യൂനപക്ഷങ്ങൾ BJP-യേക്കാൾ ഭീതിയോടുകൂടി ഇന്ന് പിണറായി വിജയനെ കാണുന്നു എന്നുള്ളതാ. BJP-യേക്കാൾ ഭീതിയോടുകൂടി. കാരണം ന്യൂനപക്ഷങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം BJP ഞങ്ങളെ തീർക്കാൻ വരുന്ന മുന്നിൽ നിന്ന് വരുന്ന ശക്തിയാണ്, ഞങ്ങൾക്കതിനെ പോരാടേണ്ടതുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ആ വളരെ കൃത്യമായിട്ട് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് കോൺഗ്രസിന് അനുകൂലമായിട്ട് ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ഒന്നടങ്കം അത് ഭൂരിപക്ഷ സമുദായം ഉൾപ്പെടെ, ന്യൂനപക്ഷം മാത്രമൊന്നുമല്ല, ഭൂരിപക്ഷ സമുദായം ഉൾപ്പെടെ ആ ചിന്തിക്കുന്ന സമൂഹം ഉണ്ടായിരുന്നു. അവർക്ക് കൃത്യമായിട്ട് യഥാർത്ഥ ശത്രു ആരാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാ. പക്ഷേ ഇന്ന് തങ്ങളുടെ പിന്നിൽ നിന്ന് കുത്തുന്ന കങ്കാണികളാണ് CPM-ഉം പിണറായി വിജയനും ന്യൂനപക്ഷം തിരിച്ചറിയുകയാണ്. ആ തിരിച്ചറിവാണ് ഒന്നടങ്കം ഇന്ന് CPM-നെ കൈവിട്ടുകൊണ്ട് UDF-ന്റെ ആയിട്ട് മാറുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഇവർ നടത്തിയ ശ്രമം ഇത് തന്നെയല്ലേ? അപ്പോ ഇപ്പൊ പറയുകയാണ് പ്രിയങ്ക ഗാന്ധി ഈ ഭീകരവാദികളുടെ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടി, അല്ലെങ്കിൽ SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് കിട്ടിക്കൊണ്ടാണ്. ഈ വസീഫ് വളരെ കൃത്യമായിട്ട് പറയണം, CPM-നകത്ത് നിൽക്കുന്ന മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർ ഭീകരവാദികളും ജമാഅത്തെ ഇസ്ലാമി പിന്തുണയാണോ? CPM-നകത്തുള്ള മുസ്ലിങ്ങൾ അതല്ല എന്നുണ്ടെങ്കിൽ നിലമ്പൂര് കഴിഞ്ഞ UDF-ന്റെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബൈ ഇലക്ഷനിൽ 66,000 വോട്ട് കിട്ടിയ CPM എങ്ങനെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിൽ 29,000 വോട്ടിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയത്? ശരി. അപ്പൊ വസീഫ് വളരെ കൃത്യമായിട്ട് പറയണം, നിലമ്പൂരുള്ള മറ്റൊക്കെ തൽക്കാലം നമുക്ക് വിടാം, കാരണം ടെസ്റ്റ് കേസിൽ എടുക്കാൻ പറ്റുന്നത് നിലമ്പൂരാണല്ലോ. നിലമ്പൂരുള്ള CPM-ലെ മുസ്ലിങ്ങളായിട്ടുള്ളവർ ഭീകരവാദികളും അല്ലെങ്കിൽ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യും പിന്തുണയ്ക്കുന്നവരാണോ? അവരാണോ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്ത് 29,000 കഴിഞ്ഞ ഏകദേശം 66,000-ൽ 29,000 കഴിഞ്ഞ ഏകദേശം 35,000-ഓളം വരുന്ന സംഖ്യ? ആ 35,000-ഓളം വരുന്നവര് ഈ CPM-നകത്ത് നിൽക്കുന്ന മുസ്ലിം സഖാക്കളായിട്ടുള്ളവർ, അവർ ജമാഅത്തെ ഇസ്ലാമിവാദികളുടെ ആയതുകൊണ്ട് അവരാണോ എന്ന് പറയണം. അത് പറയണ്ടേ? അപ്പോ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പുകളെ കാണിക്കാൻ വേണ്ടി നാടിനെ കത്തിക്കുന്ന വർഗീയത കാണിക്കരുത്. ഈ മുനമ്പത്ത് പറഞ്ഞില്ലേ, മുനമ്പത്ത് എന്തായിരുന്നു സ്മൃതി ഓർമ്മയില്ലേ? കൊടുത്തവനും കിട്ടിയവനും പറഞ്ഞു വഖഫല്ല. ആര് ഭൂമി കൊടുത്ത സിദ്ദിഖ് സേട്ടിന്റെ അനന്തരാവകാശികളും പറഞ്ഞു, മേടിച്ച ഫാറൂഖ് കോളേജിന്റെ ആൾക്കാരും പറഞ്ഞു വഖഫല്ല. വഖഫാണ് എന്ന് പറഞ്ഞ് അവസാനം വരെ നിന്നാരാ? ഈ പിണറായി വിജയൻ രാഷ്ട്രീയമായിട്ടുള്ള അപ്പോയിന്റ് കൊടുത്ത ഈ CPM-ന്റെ ചിഹ്നത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള സക്കീർ ചെയർമാനായിരുന്ന വഖഫ് ബോർഡാ. എന്തിനു വേണ്ടിയാ 7-8 മാസം വഖഫ് നിയമ ഭേദഗതി ഉൾപ്പെടെ ആയുധമാക്കിക്കൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിനകത്ത് ഈ വർഗീയത പ്രചരിപ്പിക്കാൻ പിണറായി വിജയൻ അവസരം ഉണ്ടാക്കി കൊടുത്തത്? കമ്മീഷനെ വെച്ചതിന് ശേഷം എന്താ കണ്ടെത്തിയത്? മുനമ്പത്തെ ഭൂമി സംബന്ധിച്ച് ലീഗ് പറഞ്ഞല്ലോ, ലീഗ് നിലപാട് പറഞ്ഞല്ല. ലീഗ് എറണാകുളത്ത് വന്ന് അരമനയിൽ വന്ന് അവിടുത്തെ ക്രൈസ്തവ പുരോഹിതന്മാരെ കണ്ട് ആ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞാണ്. അഭിമാനത്തോട് പറയുന്നു. സാദിഖ് അലി ശിഹാബ് സംഘങ്ങൾ ഉൾപ്പെടെയുള്ളവർ എറണാകുളത്ത് നിന്ന് അരമനയിൽ വന്ന് അന്നത്തെ ക്രിസ്തീയ പുരോഹിതരെ കണ്ടു. സ്മൃതി പറ, ആ സമരപ്പന്തലിന്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന ആ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞ് സമരം ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന? ചിലർ കേസ് പോയെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതിരോധവുമില്ലാതെ ഏകപക്ഷീയമായിട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ സാധ്യതയുള്ളപ്പോഴും 7 മാസം 8 മാസക്കാലം BJP-ക്ക് വർഗീയത പറയാൻ വേണ്ടി അവസരം ഉണ്ടാക്കിക്കൊടുത്താരാ? പിണറായി വിജയനല്ലേ? എന്തായിരുന്നു ലക്ഷ്യം? ലക്ഷ്യം ഇസ്ലാമോഫോബിയ കത്തിക്കുക. ഇസ്ലാമോഫോബിയ ഉണ്ടാക്കിക്കൊണ്ട് ഭൂരിപക്ഷ സമുദായത്തെ കൂടെ നിർത്താൻ കഴിയുമോ എന്ന BJP-യുടെ നയം ഇന്ന് കേരളത്തിൽ നടപ്പാക്കുന്ന RSS-ന്റെ സർസംഘചാലക്കാണ് പിണറായി വിജയൻ. ശരി, RSS-ന്റെ സർസംഘചാലക്കിന്റെ പണി പിണറായി വിജയനാണ് ഇവിടെ എടുക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.